കൊച്ചിയിൽ സിനിമാ വിതരണ കമ്പനിയിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിലാണ് റെയ്ഡ് നടക്കുന്നത്. പൊന്നിയിൻ സെൽവൻ, ഇന്ത്യൻ 2, പാപ്പൻ, മഞ്ഞുമൽ ബോയ്സ്, ഹലോ മമ്മി തുടങ്ങിയ ചിത്രങ്ങൾ വിതരണത്തിനെടുത്ത കമ്പനിയാണ് ഡ്രീം ബിഗ് ഫിലിംസ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള പരിശോധനയാണല്ലോ, എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ, അതായത് പൊന്നിയിൻ സെൽവൻ, ഒപ്പം തന്നെ ഇന്ത്യൻ 2, കൂടാതെ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ നിന്ന് പോയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ഇതെല്ലാത്തിൻ്റെയും വിതരണം ഏറ്റെടുത്തിരുന്ന ഒരു കമ്പനിയാണ് ഡ്രീം ബിഗ് ഫിലിംസ്. ഈ കമ്പനിയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നത്. അല്പനേരം മുൻപ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് നടക്കുന്ന ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദായ നികുതിയിൽ ചില വെട്ടിപ്പുകൾ കമ്പനി നടത്തി എന്നുള്ള പരാതി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ ഉടമയെ അടക്കം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് എത്തുന്ന പുറത്തു നിന്നുള്ള, അതായത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ, കൂടാതെ കേരളത്തിൽ അത്യാവശ്യം നന്നായി തിയേറ്റർ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, ഇവയെല്ലാം വിതരണത്തിനെത്തിക്കുന്ന കമ്പനിയാണ് ഡ്രീം ബിഗ് ഫിലിംസ്. ഈ കമ്പനിയിലെ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നത്. നികുതി വെട്ടിപ്പ് മലയാള സിനിമയിൽ ഏതാനും നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് നിരവധി പരാതികൾ ആദായ നികുതി വകുപ്പിന് ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഹലോ മമ്മി. ഹലോ മമ്മിയും വിതരണത്തിനെടുത്തിരിക്കുന്നത് ഈ കമ്പനി തന്നെയാണ്. ഈ കമ്പനിയുടെ ഓഫീസിലാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുല്ലേപ്പടിയിലാണ്, എറണാകുളം ജില്ലയിലെ പുല്ലേപ്പടിയിലാണ് ഈ ഓഫീസ് നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളിലെ ഓഫീസുകളിലും പരിശോധന ഒരേ സമയം തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പനേരം മുൻപാണ് ആദായ നികുതി വകുപ്പിൻ്റെ എറണാകുളത്തെ ഓഫീസിൽ നിന്നും കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയത്. മാത്രമല്ല, കേരളത്തിലേക്ക് എത്തുന്ന നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വിതരണത്തിനെടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പൊന്നിയിൻ സെൽവൻ അടക്കമുള്ള ഇന്ത്യൻ 2 അടക്കമുള്ള ചിത്രങ്ങൾ വിതരണത്തിനെടുത്തതും ഈ കമ്പനിയാണ്. ഈ കമ്പനിക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൽകൃഷ്ണ, ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണോ പുരോഗമിക്കുന്നത്, അതോ ഏതെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണോ? നേരത്തെ പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. എന്തായാലും അല്പനേരം മുൻപ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്നും എത്തുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നില്ല. ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുകയാണ് പുതിയ ഒരു പരാതിയും ഒപ്പം തന്നെ ചില വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതും. കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് സിനിമാ വിതരണ കമ്പനിയായ ഡ്രീം ബിഗിൻ്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നത്. കേരളത്തിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ വിതരണക്കാരും കേരളത്തിന് പുറത്തേക്ക് പ്രധാനപ്പെട്ട മലയാള ചിത്രങ്ങളുടെ വിതരണക്കാരുമാണ് ഡ്രീം ബിഗ്. ഇവരുടെ കൊച്ചി ഓഫീസിലാണ് IT വകുപ്പിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്.